അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വിവാഹപ്രായം, ഇപ്പം സ്ത്രീകളുടെ വിവാഹപ്രായം 21 ആക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്ത്രീകളുടെ വിവാഹപ്രായം 21 ആക്കണമെന്ന് പറഞ്ഞൊരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എനിക്ക് കുറേ ട്രോള് കിട്ടിയൊരു വിഷയമാണത്. എന്താന്ന് വെച്ചാൽ, ഞാൻ അന്ന് പറഞ്ഞു ആൺകുട്ടികളുടെ വിവാഹപ്രായമാണല്ലോ 21 ഉള്ളത്, അതും മാറ്റിയിട്ട് 18 ആക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് എന്താ തഹിലിയ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. ശരിക്കും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം 18 ആക്കുക എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഓൾറെഡി പെൺകുട്ടികളുടെ 18 ആണ്, ആൺകുട്ടികളുടെ 21 ആണ്. അതിലൊരു വലിയ പ്രശ്നമുണ്ട്, ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ട്. നിങ്ങളാരും ഉന്നയിക്കാത്ത, നിങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി അവിടെ ഉണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ നിങ്ങൾ കുറച്ച് ലേറ്റ് ആവുന്നു എന്നുള്ളതാണ് വസ്തുത. ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളും 18 പെൺകുട്ടികളുടെ വിവാഹപ്രായമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് അവൾ തയ്യാറാവുക എന്ന് പറയുമ്പം അവൾ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യണം. അതായത് അവൾ വലിയ കുട്ടിയായി, അവളുടെ ചുറ്റുപാട് ഓക്കെ ആയി, അവളുടെ കുടുംബവും അവളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു പക്വത വന്ന സമയത്താണ് ആ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ പക്വതനെ അളക്കുക? പക്വതനെ അളക്കാനുള്ള മെഷീനൊന്നും ഇപ്പം അവൈലബിൾ അല്ല. ഇപ്പോൾ എനിക്കിപ്പോഴും പക്വത വന്നിട്ടില്ല, നിങ്ങളിൽ പലർക്കും ഇപ്പോഴും പക്വത വന്നിട്ടില്ല. നമ്മളെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ അവർക്കൊന്നും പക്വത വന്നിട്ടില്ല എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ പക്വതയുടെ മാനദണ്ഡം എന്താണ്, പക്വതയുടെ അളവുകോൽ എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം അതിന് ഒരു ആവറേജ് മെഷർമെൻറ്റോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, പ്രായം 18 വയസ്സാകുമ്പോഴേക്ക് പെൺകുട്ടി മെച്ചുവേർഡ് ആകും എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ 18 എന്നുള്ള ഒരു ഏജിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആളുകൾ എത്തുന്നത്. അപ്പം ഒബ്വിയസ്ലി 18 ആകുമ്പോഴേക്ക് പെൺകുട്ടി പ്യൂബേർട്ടി അറ്റൈൻ ചെയ്തിട്ടുണ്ടാകും. അവളുടെ എഡ്യൂക്കേഷനും ഏകദേശമൊക്കെ കുറച്ചൊക്കെ തിരിച്ചറിയാനും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവളുടെ ഒരു ബേസിക് എഡ്യൂക്കേഷനൊക്കെ നടന്നിട്ടുണ്ടാകും എന്നുള്ള ഒരു ചിന്തയിലാണ് 18 എന്നുള്ള പ്രായത്തിന് നിശ്ചയിക്കുന്നത്. ഇനി 21 ആവണം എന്ന് പറയുന്നവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് 21 വയസ്സായാൽ പെൺകുട്ടിക്ക് ഒരു ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കും എന്നാണ്. സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള ഒരവസ്ഥയിൽ അവർക്ക് ജീവിക്കാൻ പറ്റും 21 വയസ്സാകുമ്പം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ വേറെയും കുറേ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം വരെ 21 ആക്കി മാറ്റാൻ സർക്കാർ റെഡിയാണോ? അതിനവർ റെഡിയല്ല. 21 വയസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലി സാധ്യതയുള്ള അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു. എന്നാൽ 18 എന്ന് പറയുന്ന ഒരു ഏജിൽ നിങ്ങൾക്ക് വോട്ടവകാശം ലഭിക്കുന്നു. അതായത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ആരാവണം, അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിങ്ങളുടെ മിനിസ്റ്റേഴ്സ് ആരാവണം, നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാവണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള നിങ്ങളുടെ അധികാരം നിങ്ങൾക്ക് 18 ലഭിക്കുന്നുണ്ട്. സ്വയം നിർണ്ണയിക്കാനുള്ള, തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി 18 നിങ്ങൾക്ക് വന്നു എന്നുള്ളതാണ് സ്റ്റേറ്റ് കരുതുന്നത്, ഗവൺമെൻറ് കരുതുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് എനിക്കൊരാളെ കൂടെ മാന്യമായി വിവാഹം കഴിച്ചിട്ട് ജീവിക്കണം എന്നുള്ള നിങ്ങളുടെ ഇച്ഛയെ അംഗീകരിക്കുന്നില്ല. എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ സൗജ് ആരാവണം എന്നുള്ള തീരുമാനമെടുക്കാൻ എനിക്ക് 18 വയസ്സ് പോരാ എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പം ആ ഒരു താല്പര്യത്തെ, എല്ലാവർക്കും ജോലി നേടണം, എല്ലാവർക്കും വിദ്യാഭ്യാസം നേടണം എന്നുള്ള താല്പര്യമുള്ള ആളുകളൊന്നും ആയിരിക്കൂല. അപ്പം അങ്ങനെ വരുമ്പം ഈ 18 21 ആക്കുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഒരാൾക്ക് എനിക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നിയാൽ അത് 18 പറ്റൂല, 21 ആവട്ടെ എന്ന് സർക്കാർ പറയുന്നത് എന്തൊരു അനീതിയാണ്. പിന്നെ ഇവിടെ ഈ 18ൻ്റെയും 21ൻ്റെയും ഒക്കെ കാര്യം പറയുന്നിടത്ത് വേറെയും പ്രശ്നമുണ്ട്. 18 എന്ന് പറയുന്ന വിവാഹപ്രായം 18 ആകുമ്പോഴേക്ക് നിങ്ങൾ വിവാഹം കഴിക്കണം എന്നല്ല പറയുന്നത്, അത് മിനിമം ഏജാണ്.
നിങ്ങൾ വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 18 വയസ്സ് വേണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 21-ലോ 31-ലോ 41-ലോ ഇനി 100 വയസ്സിലോ എപ്പം വേണമെങ്കിലും വിവാഹം കഴിക്കണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ആരും പിടിച്ചു പോയിട്ട് 18-ാം വയസ്സിൽ പോയി കല്യാണം കഴിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യവും നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥകളെയും അനുസരിച്ച് അതിനെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. അപ്പോൾ ഇവർ ഈ പറയുന്ന 21 എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? 18 അവിടെ നിലനിർത്തിയിട്ട് ആ പെൺകുട്ടിയുടെ താല്പര്യമുള്ള ഏജിൽ ആ പെൺകുട്ടി കല്യാണം കഴിക്കട്ടെ എന്നുള്ള തീരുമാനമെടുക്കണം. അതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി. രണ്ടാമത്തെ കാര്യം, ആൺകുട്ടികളുടെ കാര്യം. 21 വിവാഹപ്രായത്തിൻ്റെ ഏജായിട്ട് ആൺകുട്ടികളുടെ കാര്യത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. 18 വയസ്സിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും അല്ലേ? 18 ബേസിക് ആയിട്ട് നിങ്ങളുടെ ഏജ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ നിങ്ങൾ 21 വയസ്സ് വരെ നിൽക്കണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് കല്യാണം കഴിച്ചാൽ ആ കല്യാണം അംഗീകരിക്കില്ല, സർക്കാർ അംഗീകരിക്കില്ല. അത് 21 വയസ്സായാൽ മാത്രമേ, നിങ്ങൾക്ക് 21 ആൺകുട്ടികൾക്ക് 18 വയസ്സായാൽ മാത്രമേ അത് സാധുവായിട്ടുള്ള ഒരു വിവാഹമായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ക്രിമിനൽ നടപടി നേരിടും. അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിനെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിടും. ശൈശവ നിരോധന നിയമം എന്ന് പറഞ്ഞൊരു നിയമം ഇവിടെ നമ്മുടെ രാജ്യത്തുണ്ട്. ആ നിയമപ്രകാരം നിങ്ങൾ ജയിലിനകത്ത് കിടക്കേണ്ടി വരും. അതെന്ത് ശരിയാ? 18 വയസ്സ് വരെ നിങ്ങളൊക്കെ കുട്ടികളെ കുഞ്ഞുങ്ങളെ എന്ന് സർക്കാർ വിളിച്ച് നടന്നില്ലേ? നിങ്ങൾ ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ അത് ചൈൽഡാണ്, അത് ചൈൽഡ് ചെയ്യുന്ന കുറ്റല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്, അതിന് ഇളവ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് കോർട്ട് റൂമിൽ നിങ്ങളെ ഹിയറിംഗ് ഒക്കെ അത് കുട്ടിയാണ് എന്നുള്ള രൂപത്തിലാണ് നടത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തം ഒന്നെങ്കിൽ 18 വയസ്സ് വരെ സ്റ്റേറ്റിനുണ്ട്, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കുണ്ട്. 18 വയസ്സ് കഴിയുമ്പോൾ സർക്കാർ പറയാം നിങ്ങളെ ഉത്തരവാദിത്തം ഒന്നും ഞങ്ങൾക്കില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. പക്ഷേ വിവാഹത്തിൻ്റെ കാര്യം നിങ്ങൾ 21 വയസ്സായിട്ട് തീരുമാനിച്ചാൽ മതി. അതെന്ത് നീതിയാണ് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ആൺകുട്ടികളുടെ ഭാഗത്ത് നേരിടുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടിയും അതൊരു വലിയ വിഷയമായിട്ട് കൊണ്ടുവരുന്നില്ല. ഇവിടെ ഫെമിനിസം സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ ഇടയിൽ ഒരു മാസ്കുലിനിസം വന്ന് അതിനൊരു വിഷയമാക്കി വന്നാൽ ഒരു പക്ഷേ ഇതൊക്കെ മുന്നോട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആൺകുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ഒരു അനീതിയാണ്. അപ്പം ഈ 21 വയസ്സാക്കി ഉയർത്തുന്നതിനേക്കാൾ ബെറ്റർ ഇപ്പോൾ ഉള്ള ഈ 18 വയസ്സാക്കുക എന്നുള്ളതാണ്. അതേപോലെ ലോ കമ്മീഷനൊക്കെ നേരത്തെ ശുപാർശ ചെയ്ത കാര്യമാണ് കേട്ടോ, ആൺകുട്ടികളുടെ വിവാഹപ്രായം 18 ആവട്ടെ എന്നുള്ളത്. അപ്പോൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം 18 നിലനിർത്തിയിട്ട് അതെല്ലാവർക്കും, ഒരുപക്ഷെ ഇവിടെയുള്ള മതസ്ഥർക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വാദമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. താങ്ക് യു.